നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ ജാസ്മിൻ? ആന്റി, ആ പാർവതി എവിടെ തുടച്ചോണ്ട് നിപ്പുണ്ട്. അതിന് അല്ല, എന്റെ കല്യാണത്തിന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ വിശാല അവളെയാണല്ലോ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ അതൊക്കെ അവളെ കൊണ്ട് ചെയ്യിക്കണ്ടേ? ഒരു ചെറിയ പണി കൊടുക്കാന്ന് കരുതി. ആന്റി എന്ത് പറയുന്നു? ഇത്തിരി ആക്കണ്ട, ഇത്തിരി കനത്തിൽ തന്നെ കൊടുത്തോ. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ചെല്ല് ചെല്ല്, വേഗം ചെല്ല്. പാർവതി, ഒന്ന് വന്നേ. എന്താ കാര്യം? കാര്യം അറിഞ്ഞാലേ നീ വരുള്ളോ? ഞാൻ ഇവിടെ ഒരു ജോലി ചെയ്യുന്നത് നീ കാണുന്നില്ലേ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതിനേക്കാളും വലിയൊരു പ്രധാനപ്പെട്ട ആവശ്യത്തിനാണ് ഞാൻ വിളിക്കുന്നത്. എന്താ ആവശ്യം? എന്റെ കല്യാണത്തിന്റെ ചുമതല മുഴുവൻ നിന്നെ ഏൽപ്പിച്ചിരിക്കല്ലേ വിശാല്. അതിന് നീ വാ, നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം. കല്യാണത്തിന്റെ തലേന്ന് എനിക്കിടാനുള്ള ഡ്രസ്സും കുറച്ച് ആഭരണങ്ങളും ഒക്കെ എനിക്കൊന്ന് വാങ്ങിക്കണം. ഒരു ചെറിയ ഷോപ്പിംഗ്. അതിനു മുമ്പ് എന്റെ കയ്യിൽ മൈലാഞ്ചി ഇട്ട് തരണം. ദേ, അതൊക്കെ നീ തന്നെ ചെയ്തു തരണം. അപ്പോഴേ എന്റെ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്യണം. ഇതൊക്കെ നിന്റെ ചുമതലയിൽപ്പെട്ട കാര്യങ്ങളാ. ഇതൊക്കെ ചെയ്ത് തീർന്നിട്ട് നമുക്ക് അടുത്തത് പ്ലാൻ ചെയ്യാം. നീ ജോലി വേഗം തീർത്തിട്ടൊന്ന് വന്നേ. വാ പാർവതി. പറ്റില്ല. പറ്റില്ലെന്നോ? ആദ്യം ഞാൻ ഈ ചെയ്യുന്ന ജോലിയൊക്കെ ഒന്ന് ചെയ്തു തീർക്കട്ടെ, എന്നിട്ട് ആലോചിക്കാം. ഓ, ഞാൻ പറയുന്നത് അനുസരിക്കാൻ നിനക്ക് മടിയാണല്ലേ? അത് നിനക്ക് എങ്ങനെ വേണമെങ്കിലും കരുതാം. അപ്പൊ കല്യാണത്തിന്റെ ചുമതല മുഴുവൻ വിശാലിന്റെ മുമ്പിൽ വെച്ച് ഏറ്റെടുത്തതോ? അതെന്താ, നീ വിശാലിനെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണോ? ഒരിക്കലും അല്ല. പക്ഷെ എല്ലാത്തിനും ഒരു സമയവും സന്ദർഭവും ഒക്കെ ഉണ്ട്. എനിക്ക് നിന്നെ കൊണ്ടുള്ള ആവശ്യം ഇപ്പോഴാ. എന്റെ ജോലി തീർക്കാതെ ഞാൻ എങ്ങോട്ടും ഇല്ല. അപ്പോ നീ എന്റെ കൂടെ വരില്ല? ഇല്ലാന്ന് പറഞ്ഞല്ലോ. നിന്നെ അനുസരിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. വിശാൽ, വിശാൽ. എന്താ? ഒന്നിങ്ങി വന്നേ. വിശാൽ. എന്താ ജസ്മിൻ, എന്താ വിളിച്ചത്? കല്യാണമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് വേണ്ട എന്ത് സഹായങ്ങളും പാർവതി ചെയ്തു തരണോന്നല്ലേ വിശാല് പറഞ്ഞത്? അല്ല, അത് വിശാൽ സർ. പാർവതി, ആദ്യം ജാസ്മിൻ പറയട്ടെ, എന്നിട്ടിപ്പോ എന്താ പറ്റിയത്? ഇവക്കെന്നെ സഹായിക്കാൻ വയ്യാന്ന്. സർ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഏതായാലും ഇതിന്റെ പേരില് നിങ്ങൾ തമ്മിലൊരു തർക്കം വേണ്ട. പാർവതി, ജാസ്മിൻ എന്ത് പറഞ്ഞാലും നീ അത് ചെയ്തു കൊടുക്കണം. അവള് കല്യാണ പെണ്ണല്ലേ, അവൾക്ക് ധാരാളം ആവശ്യങ്ങളുണ്ടാവും. നീ വേണം എല്ലാത്തിനും അവൾക്കൊപ്പം നിൽക്കേണ്ടത്. നീ പറഞ്ഞു കേട്ടല്ലോ. ജാസ്മിൻ, നീ എപ്പം വിളിച്ചാലും പാർവതി നിന്റെ സഹായത്തിനുണ്ടാവും. പോരെ? പാർവതി, നീ എന്നെ കുറിച്ച് എന്താ കരുതിയത്? ഇപ്പൊ ഈ ജാസ്മിൻ വിചാരിച്ച എന്തും നടക്കും. ഇനി ഇവിടെ എന്തൊക്കെയാ നടക്കാൻ പോകുന്നേന്ന് നീ കാത്തിരുന്ന് കണ്ടു. ജാസ്മിൻ, എഴുന്നേക്ക്. എന്താ പറ്റിയേ? എന്താന്നറിയില്ല, പെട്ടെന്ന് എന്തോ ഒരു മയക്കം പോലെ വന്നു. ഇപ്പൊ ഓക്കേ? നിനക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ് ഇല്ല.
ശരി. ഉഹ്, ജാസ്മിൻ കുഴപ്പമൊന്നുമില്ലല്ലോ? ഞാൻ ഓക്കെയാ. വിശാലേ, ഇനി നമ്മുടെ വിവാഹം തടയാൻ ആർക്കും സാധിക്കില്ല. ഏയ് എന്താ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല. ചേച്ചി, ആ പ്രതാപ, എന്താടാ? ചേച്ചി, ചേച്ചി എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ കൃത്യമായിട്ടും ചെയ്തിട്ടുണ്ട്. വീഡിയോ കിട്ടിയോ? ആ, അതല്ല ഞാൻ പറഞ്ഞത്. ഇത്ര പെട്ടെന്ന് നീ കാര്യം സാധിച്ചോ? ചേച്ചി, ചേച്ചി എന്നെ കുറിച്ച് എന്താ കരുതിയത്? എന്നാലും ഇത്ര പെട്ടെന്ന് നീ ഇത് സാധിച്ചെടുക്കുമെന്ന് ഞാൻ കരുതിയില്ല. ശുഭസ്യ ശീക്രോന്നല്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് താമസിപ്പിക്കാൻ പാടില്ല ചേച്ചി. അല്ല, നമ്മൾ ഉദ്ദേശിച്ചതുപോലെ എല്ലാം കൃത്യമായിട്ട് കിട്ടിയോ? എല്ലാം കൃത്യം. ചേച്ചി നോക്കിയേ, പാപ്പരാസികൾ പോലും ഇങ്ങനൊരു വീഡിയോ എടുക്കാൻ സാധ്യതയില്ല. എവിടെ? നീ അത് കാണിച്ചേ. എടാ ഒന്ന് വേഗം. ദാ ദാ ദാ. എങ്ങനുണ്ട് ചേച്ചി? ഞാൻ ഉദ്ദേശിച്ചത് ഇതുപോലൊരു വീഡിയോ തന്നെയാ. അപ്പൊ ചേച്ചി ഹാപ്പിയാണല്ലോ. ഉം, ഇനി ഇത് വെച്ചൊരു കളി കളിക്കാമല്ലോ. ഉം. തീർച്ചയായും ഈ വീഡിയോ നമുക്ക് ഒരായുധമാണ് പ്രതാപ. വിശാലുമായിട്ടുള്ള വിവാഹം നടത്താൻ വേണ്ടി പാർവതി എന്തൊക്കെ അഭ്യാസങ്ങൾ കാണിച്ചാലും ഈ വീഡിയോ നമ്മൾ പുറത്തുവിട്ടാൽ അതോടെ അവന്റെ അഭ്യാസങ്ങൾ മുഴുവനും അവസാനിക്കും. വിശാലും ജാസ്മിനും തമ്മിലുള്ള ഈ വീഡിയോ പുറം ലോകം കണ്ടാൽ ജാസ്മിനുമായിട്ടുള്ള വിശാലിന്റെ വിവാഹം പിന്നെ ആർക്കും തടയാനാവില്ല. അത് ഉറപ്പല്ലേ? ഇത് കയ്യിലുണ്ടെങ്കിൽ ബാക്കി ജാസ്മിൻ പൊലിപ്പിച്ചോളും. ജാസ്മിനെ വിശാലിന്റെ ഭാര്യയാക്കിയേ മതിയാവൂ. അത് നമ്മുടെ ആവശ്യമാണ്. ജാസ്മിൻ വിശാലിന്റെ ഭാര്യയായാ പിന്നെ ഇവിടുത്തെ സ്വത്ത് വകകളും സകല സമ്പത്തും നമ്മുടേതാവില്ലേ? ഏതായാലും തുറുപ്പ് ചീട്ട് നമ്മുടെ കയ്യിൽ കിട്ടി. ഇനിയാണ് പ്രതാപ കളി. നീ കണ്ടോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.